യേശുവാനും ലീ ഹുയ്ഷാനും തമ്മിൽ നടന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി വെയ്യാനും ഗ്രാൻഡ് ട്യൂട്ടർ ലീയും കൂടി അന്ന് രാജാവിനെ കാണാൻ എത്തുന്നുണ്ട്. ഗ്രാൻഡ് ട്യൂട്ടർ ലീയുടെ ആവശ്യം തൻ്റെ പേരക്കുട്ടിയെ തല്ലിച്ചതച്ച വേശുവാനെ അവൻ്റെ ഇപ്പോഴത്തെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ്. അല്ലെങ്കിൽ തന്നെ അവൻ അതിർത്തിയിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടായിരുന്നല്ലോ മടങ്ങി വന്നത്. അതിനൊന്നും രാജാവ് അന്ന് ശിക്ഷ കൊടുത്തിരുന്നില്ല. അതും ഇതും എല്ലാം കൂടി കണക്കിലെടുത്ത് അവനെ ആ സ്ഥാനത്ത് നീക്കണമെന്നാണ് ഗ്രാൻഡ് ട്യൂട്ടർ ലീ ആവശ്യപ്പെടുന്നത്. വെയ്യാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വേശുവാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് കാരണം തന്നെക്കുറിച്ച് ലീ ഹുയ്ഷാൻ ആവശ്യമില്ലാത്തത് പറഞ്ഞു പരത്തിയതാണ്. വേശുവാൻ തൻ്റെ മകനല്ല എന്നും കൊട്ടാരത്തിനുള്ളിലെ ഏതോ രാജകുമാരിയോടാണ് എനിക്ക് ശരിക്കും സ്നേഹം എന്നൊക്കെ ലീ ഹുയ്ഷാൻ പറഞ്ഞു വരുത്തിയത് കാരണമാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദം പറഞ്ഞു വരുത്തിയ ലീ ഹുയ്ഷാന് തക്ക ശിക്ഷ നൽകണമെന്ന് പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെടുന്നു. രാജാവ് ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടി ഒന്ന് കോംപ്രമൈസ് ചെയ്യിക്കാനൊക്കെ രാജാവ് ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അവിടെ രാജാവിൻ്റെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞിട്ട് അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ ഡ്രം വെച്ചിട്ടുണ്ട്. ആ പെറ്റീഷൻ ഡ്രം തങ്ങൾ പോയി മുഴക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അതിനുവേണ്ടി മത്സരിക്കുന്നു. അവരെ ശാന്തരാക്കാൻ പറ്റാത്തത് കാരണം രാജാവിന് അവസാനം ഞാനും ഈ രാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഇമ്പീരിയൽ റോബൊക്കെ ഊരി കളയേണ്ടി വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് രണ്ടുപേരും കൂടി ഓടിച്ചെന്ന് അദ്ദേഹത്തെ തടയുന്നു. ലീ ഹുയ്ഷാൻ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ഭയങ്കര മോശമായി പോയി. അതിനുള്ള പണിഷ്മെൻ്റായിട്ട് അവനെ അവിടെയുള്ള ഒരു അക്കാഡമിയിലേക്ക് മര്യാദകൾ പഠിപ്പിക്കാനായിട്ട് അയക്കാനായിട്ട് രാജാവ് ശിക്ഷ വിധിക്കുന്നു. അതേപോലെ തന്നെ വേശുവാൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് അവനെ ഇപ്പോഴുള്ള മിലിറ്ററി കമ്മീഷണർ എന്ന സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. പിന്നെ അവൻ സ്വന്തം കഴിവുകൊണ്ട് ഇനി പുതിയ സ്ഥാനങ്ങളൊക്കെ നേടിയെടുക്കട്ടെ എന്നും രാജാവ് പറയുന്നു. അങ്ങനെ രണ്ട് കൂട്ടർക്കും ശിക്ഷ കൊടുത്തുകൊണ്ട് തൽക്കാലം രാജാവ് ഈ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. രണ്ടുപേരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചെവിമുറിഞ്ഞ സെർവൻറ്റ് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇനിയിപ്പം ഗ്രാൻഡ് ട്യൂട്ടർ ലീ നമുക്ക് സപ്പോർട്ട് നിർത്തുമ്പോൾ ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തത് കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് മാറുമോ എന്നൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ, ഈ രണ്ട് ഇളവന്മാരെയും കൊണ്ട് ഞാൻ തോറ്റു. മാർക്കിസ് തിരികെ വന്നിരിക്കുന്നത് കൊണ്ടാണ് വെയ്യാൻ ഇത്രയും അഹങ്കാരം. ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്യാനാണ്? ഇവരെ രണ്ടുപേരെയും ഒതുക്കാൻ പറ്റിയ ഒരു മൂന്നാമതൊരാൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് രാജാവ് ഈ സമയത്ത് പറയുന്നുണ്ട്. രാജാവ് ഇങ്ങനെ തൻ്റെ കുടുംബത്തെ ശിക്ഷിച്ചത് ഗ്രാൻഡ് ട്യൂട്ടർ ലീയെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കിയിരിക്കുകയാണ്. ഇനി രാജാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ല, തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റെന്തെങ്കിലും വഴി നോക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ അയാൾ തിരികെ പോയിട്ട് പറയുന്നുണ്ട്. വേശുവാൻ ഈ ഒരു ഇഷ്യൂ കാരണം വീട്ടിലേക്ക് വരാതെ ഒളിച്ചു കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് രാത്രി അവൻ ആരും കാണാതെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവനെ വെയിറ്റ് ചെയ്ത് തന്നെ പ്രൈം മിനിസ്റ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് വിടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ സോറി പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഞാൻ സോൾവ് ചെയ്തു, പക്ഷേ ഫാമിലിയുടെ പണിഷ്മെൻറ്റിൽ നിന്ന് നിനക്ക് ഒഴിവാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനുള്ള ഫാമിലി പണിഷ്മെൻറ്റ് നൽകാൻ വെയ്യാൻ ഓർഡർ നൽകുന്നു. അങ്ങനെ രണ്ട് സെർവൻസ് വന്ന് അവനെ അടിക്കുന്നുണ്ട്. അത് കൊണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവൻ ശരിക്കും അവശനാവുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഇവൻ അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ലേ? നിങ്ങൾക്ക് എൻ്റെ അമ്മയോട് ഒട്ടും സ്നേഹമില്ലേ? കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് അമ്മ നിങ്ങളെ സെർവ് ചെയ്യുകയല്ലേ? എന്നിട്ട് അവരോട് ഒട്ടും സ്നേഹം കാണിക്കാത്തത് എന്താണ്? ഇത് തന്നെയാണ് ആ ലീ ഹുയ്ഷാനും പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മകനല്ല എന്ന്. നിങ്ങൾക്ക് ആകെ സ്നേഹം യാൻഷെങ്ങിനോട് മാത്രമാണ്. ചെറുപ്പം മുതലേ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം പോയിട്ടുള്ളത് അവന് മാത്രമാണ്. എനിക്കതൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ വേശുവാൻ ഒരു കുട്ടിയെപ്പോലെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. വെയ്യാൻ അവിടെ നിൽപ്പുണ്ടെങ്കിലും ഇതുവരെ അവൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. കുട്ടിക്കാലം മുതലേ എന്നെ ഏറ്റവും അലട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു നിൽപ്പാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും നിങ്ങളത് കെയർ ചെയ്യുന്നില്ല. യാൻഷെങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധയുള്ളൂ. ഞാൻ ശരിക്കും നിങ്ങളുടെ മകനല്ലേ? നിങ്ങൾക്ക് എന്നെ വഴിയിൽ നിന്ന് കിട്ടിയതാണോ എന്നൊക്കെ അവൻ വിളിച്ച് ചോദിക്കുന്നു. എന്നിട്ട് അച്ഛനോടുള്ള ദേഷ്യം കാണിക്കാനായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്ന ആ ചാട്ടവാറെടുത്ത് സ്വന്തമായിട്ട് അടിക്കാൻ തുടങ്ങുന്നു. അത് കണ്ടപ്പോൾ വെയ്യാൻ ഓടിച്ചെന്ന് അവനെ തടയുന്നുണ്ട്. എന്നിട്ട് അവനെ ഒന്ന് തലവിടുന്നു. അത്രയും ആയപ്പോൾ വേശുവാൻ കരഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അവൻ്റെ കണ്ണീരൊന്ന് ജസ്റ്റ് തുടച്ചിട്ട് നീ ഇപ്പോൾ ഒരു കുട്ടിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പ്രിൻസസ് കൊട്ടാരത്തിൽ തിരികെ എത്തിയിരിക്കുന്നു. അവൾ ചെന്ന ഉടൻ തന്നെ രാജാവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ആദ്യം രാജാവ് ബിസിയാണെന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിടുന്നില്ല. പക്ഷേ ഈ അത്യാവശ്യമായി കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഇടിച്ചു കയറി അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒരു വടിയും അവൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാജാവ് പ്രിൻസസിൻ്റെ മുന്നിൽ ഭയങ്കര ക്യൂട്ടായിട്ടൊരു ചിരിയൊക്കെ ചിരിച്ച് നിഷ്കളങ്കനായിട്ട് ഇരിപ്പുണ്ട്. രാജാവിൻ്റെ വിവാഹം മാർക്കിസുമായിട്ട് ഉറപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ, ശരിയാണോ എന്ന് പ്രിൻസസ് അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഞാൻ നല്ലൊരു ഹീറോ അല്ലേ നിനക്ക് ഭർത്താവായി കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ട്. പ്രിൻസസ് ഒളിപ്പിച്ച് വെച്ചിരുന്ന വടി കൊണ്ട് അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങുന്നു. അടി കിട്ടാതിരിക്കാൻ വേണ്ടി രാജാവ് ഓടുന്നുണ്ട്. പക്ഷേ പ്രിൻസസ് വിടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസസ് മതിയാക്കിയിട്ട് നേരത്തെ നീ എന്നെ ലീ ഫാമിലിക്ക് വിറ്റു, ഇപ്പോൾ വെയ് ഫാമിലിക്കും വിൽക്കുകയാണ്. ഞാൻ ശരിക്കും ഒരു പ്രിൻസസ് ആണോ? എനിക്കൊരു അഭിമാനവുമില്ലേ എന്നൊക്കെ അവൾ പരാതി പറയുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കൊരു അഭിമാനമില്ലേ? ഈ രണ്ട് ഫാമിലിയും കൂടി എന്നെ ഇതിൻ്റെ ഇടയിലിട്ട് ഞെരിക്ക് ശ്വാസം മുട്ടിക്കുകയാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ഈ അപമാനം സഹിക്കുന്നു. പേടിച്ചാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നീ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ? എന്നെപ്പോലെ ഇത്ര പേടിത്തൊണ്ടനായ രാജാവിനെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് രാജാവ് അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പ്രിൻസസിന് സഹതാപം തോന്നുന്നു. യാൻഷെൻ വെയ്യാനെ പോലെയല്ല, വിവാഹം കഴിച്ചില്ലെങ്കിലും
അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രിൻസസ് പറഞ്ഞപ്പോൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് രാജാവ് ചോദിക്കുന്നു. അതിന് പ്രിൻസസിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇനി വെറുതെ എനിക്ക് മാച്ച് മേക്കറായിട്ട് വരരുത്. ഇത്തവണ ഞാൻ ആർമിയിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചു. മെയിനായിട്ട് പഠിച്ചത് ഫൈറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച് കൂട്ടരുതെന്ന് പറഞ്ഞിട്ട് പ്രിൻസസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രിൻസസ് പോയി കഴിഞ്ഞപ്പോൾ രാജാവ് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ലീശ അങ്ങനെ വിളിക്കാൻ പറയുന്നു. ഈ ലീശാങ്ങാണ് ആ ചെവി മുറിഞ്ഞു പോയ സർവൻ്റ് രാജാവിന് എല്ലാ കുരുട്ടുബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന അയാളാണ്. അന്ന് രാത്രി രാജാവ് പെട്ടെന്ന് തിരിച്ചറിയാത്ത വേഷത്തിൽ വെയ്യാനെ കാണാനായി ചെല്ലുന്നു. പക്ഷേ വെയ്യാൻ്റെ കാവൽക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞിട്ട് അകത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല. രാജാവ് കുറേ ശ്രമിക്കുന്നുണ്ട്. അവസാനം തൻ്റെ മുഖം വരെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ സെർവൻറ്റിന് ഒരു കുലുക്കവുമില്ല. രാജാവ് ഇങ്ങനെ വരുമെന്ന് വെയ്യാൻ നേരത്തെ അറിയാമായിരുന്നുകൊണ്ട് അകത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവസാനം രാജാവ് അവിടെ നിന്നുകൊണ്ട് തന്നെ വെയ്യാനോട് തൻ്റെ പരാതി വിളിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട്. ഇനി വെയ്യാൻ പറയുന്നത് മാത്രം അനുസരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ, ഒരു അനുസരണക്കേട് കാണിക്കില്ല, തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയാണ് രാജാവ് റിക്വസ്റ്റ് ചെയ്യുന്നത്. വെയ്യാൻ അതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാത്ത കാരണം അവസാനം രാജാവിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കേണ്ടി വരുന്നുണ്ട്. ആ സെർവൻ്റ് ഒരു വിധത്തിലാണ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ആ വാൾ പിടിച്ച് വാങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ വെയ്യാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കാൻ എന്ത് പറ്റി? ഇവിടെ ആരെങ്കിലും യുദ്ധത്തിന് വരുന്നോ? അതല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും വെയ്യാൻ രാജാവിൻ്റെ അടുത്തേക്ക് ഇലവയോ അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചിരുത്തിയോ ഒന്നും ചെയ്യാതെ മറ്റൊരു ഭാഗത്തേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയിൽ എന്തൊക്കെയോ കട്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. രാജാവിന് ആ ഭാഗത്തേക്ക് മാറി നിന്നിട്ട് അയാളോട് കാര്യം പറയുന്നു. ഈ ലീശാങ് മാർഗസിൻ്റെ ഒക്കെ അടുത്തേക്ക് പോയിട്ട് തിരികെ വന്നപ്പോൾ പഴയ രാജകുടുംബത്തിൻ്റെ ഒരു അവകാശം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ന്യൂസ് ഇവിടെ കൊണ്ട് കൊടുത്തിരുന്നു. അതാണിപ്പോൾ ഈ രാജാവിനെ ഇത്ര ടെൻഷനാക്കിയിരിക്കുന്നത്. അതിന് രാജാവ് ഇത്ര പേടിക്കേണ്ട കാര്യം എന്താണ്? മുമ്പത്തെ രാജാവ് ശരിയായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തെ അടുത്ത രാജാവായിട്ട് തീരുമാനിച്ചത്. പിന്നെ ആരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വരുന്നത് എന്ന് വെയ്യാൻ ചോദിക്കുന്നു. മാത്രമല്ല രാജാവിൻ്റെ ഒരു സൊല്യൂഷനും വെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് മിലിറ്ററി പവർ കിട്ടിയിരിക്കുന്ന ഷാങ്യുവിനെ രാജാവിൻ്റെ ഭാഗത്തേക്കാക്കുക. അവൾ യുദ്ധത്തിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു ബച്ചർക്കകളായിട്ടുള്ള അവൾക്ക് കൊട്ടാരത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആശങ്ക രാജാവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പകുതി മിലിറ്ററി പവർ ഇപ്പോഴും അവളുടെ കയ്യിലാണ്. അതുകൊണ്ട് ലീ ഫാമിലി അവളെ അവരുടെ ഭാഗത്തേക്കാക്കാൻ മാക്സിമം ശ്രമിക്കും. അതിനു മുമ്പേ അവളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് അർഹതപ്പെട്ട ചില അംഗീകാരങ്ങളൊക്കെ നൽകിയാൽ അവളെ ചിലപ്പോൾ രാജാവിൻ്റെ കൂടെ നിർത്താൻ പറ്റിയേക്കും എന്ന് വെയ്യാൻ ഉപദേശിക്കുന്നു. അത് കേട്ടപ്പോൾ രാജാവിനും പെട്ടെന്ന് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഷാങ്യുവിന് ഈ സ്ഥാനങ്ങളൊക്കെ നൽകിയെങ്കിലും ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒരു സ്ഥാനാരോഹണമായിട്ടൊന്നും നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്താമെന്ന് രാജാവ് സന്തോഷത്തോടെ പറയുന്നു. അതിന് വേണ്ടിയിട്ട് ഷാങ്യുവിനെയും അവളുടെ കൂടെ നേട്ടങ്ങൾ കൊയ്ത ജനറൽസിനെയും എല്ലാം എത്രയും പെട്ടെന്ന് സിറ്റിയിലേക്ക് വിളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഇപ്പോൾ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞ സന്തോഷത്തോടെയാണ് രാജാവ് അവിടെ നിന്ന് തിരികെ പോയത്. അങ്ങനെ വെയ്യാൻ്റെ ഉപദേശം അനുസരിച്ച് രാജാവ് ഷാങ്യുവിനെ തലസ്ഥാന നഗരിയിലേക്ക് വിളിപ്പിക്കുന്നു. ഫ്ലവർ ക്രൗണ്ട് ജനറൽ എന്നൊരു പുതിയ പദവി തന്നെ അദ്ദേഹം അവൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ 5th റാങ്കിൽ നിന്ന് 4th റാങ്കിലേക്ക് പ്രമോഷൻ നൽകുകയും ചെയ്യുന്നു. തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ സന്തോഷത്തോടെയാണ് തങ്ങളുടെ ധീരനായികയെ സ്വീകരിക്കുന്നത്. അവിടെയുള്ള റോഡിൻ്റെ ഇരുവശവും ആളുകളൊക്കെ തടിച്ചുകൂടിയെന്ന് ഇവൾക്ക് ജയ് വിളിക്കുകയും അവളെ നോക്കി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഷാങ്യുവിൻ്റെ കൂടെ തന്നെ ബാവോയും അവൻ്റെ സംഘവുമുണ്ട്. ആദ്യമായിട്ട് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവരെല്ലാവരും. പുതിയ യൂണിഫോമൊക്കെ ധരിച്ച് നല്ല സുന്ദരിയായിട്ടായിരുന്നു ഷാങ്യു വരുന്നത്. റോഡിന് ഇരുവശവുമുള്ള ബിൽഡിങ്ങിൽ നിന്നൊക്കെ അവളുടെ സൗന്ദര്യത്തെപ്പറ്റി പല പെൺകുട്ടികളും പുകഴ്ത്തി പറയുന്നുണ്ട്. അവളൊരു ആണായിരുന്നെങ്കിൽ തങ്ങൾക്ക് വിവാഹം കഴിക്കാമായിരുന്നു, ഇനിയിപ്പോൾ പെണ്ണായ സ്ഥിതിക്ക് അവളെ ഒരു നാത്തൂനായിട്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പലരും അവിടെ നിന്ന് കമൻസ് അടിക്കുന്നുണ്ട്. ഷാങ്യു നല്ല സന്തോഷത്തിലാണെങ്കിലും അവളുടെ കൂടെ തന്നെയുള്ള ലീഹ്വാന് അത്ര സന്തോഷമൊന്നുമില്ല. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ബിൽഡിങ്ങിന് മുകളിലായിട്ട് യാൻഷങ് ഇരിക്കുന്നതും ഷാങ്യു കാണുന്നുണ്ട്. അവളിങ്ങനെ ഗ്രാൻഡായിട്ട് വരുന്നത് കാണാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ വന്നിരിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ അവൾക്കും സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ അവളിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവനും സന്തോഷമാവുന്നു. ലീഹ്വാനും ഷാങ്യുവും കൂടി ഒരുമിച്ചാണ് രാജാവിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിലെ വെറുമൊരു ബച്ചർക്കേളായിരുന്ന ഷാങ്യു സ്വന്തം മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും ഇവിടെ രാജകൊട്ടാരത്തിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇവരിങ്ങനെ യുദ്ധം ജയിച്ച് വന്നതിന് രാജാവ് രണ്ടുപേരെയും പുകഴ്ത്തുന്നു. പക്ഷേ ഇങ്ങനെയുള്ള അഭിനന്ദനത്തിനൊന്നും ഞാൻ അർഹനല്ല. ജനറൽ ഹേയും മാർക്കിസുമാണ് ഈ യുദ്ധത്തിൽ ശരിക്കും വിജയം നേടിയത് എന്ന് ലീഹ്വാൻ പറയുന്നുണ്ട്. ജനറൽ ഹേയുടെ മരണത്തിലുള്ള ദുഃഖം രാജാവ് പങ്കുവയ്ക്കുന്നു. പിന്നെ ഷാങ്യുവിനെ നന്നായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് രാജാവ് കുറേ മുന്നിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഷാങ്യു അദ്ദേഹത്തിൻ്റെ കുറച്ച് അടുത്തേക്ക് പോയി നിൽക്കുന്നു. അവളെ അടുത്ത് കണ്ടപ്പോൾ രാജാവിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ നീ വിവാഹം കഴിച്ചതാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എൻ്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞാണ്. എൻ്റെ ഹസ്ബൻഡിനെയും ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തെ അന്വേഷിച്ചാണ് ഞാൻ ആദ്യം സൈന്യത്തിലേക്ക് വന്നത്. പക്ഷെ കഴിഞ്ഞ യുദ്ധത്തിൽ അദ്ദേഹം മിസ്സിംഗ് ആണ് എന്നൊക്കെ അവൾ പറയുന്നു. മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ എന്നെ വിവാഹം കഴിച്ചുകൂടെ എന്ന് രാജാവ് പെട്ടെന്ന് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും രാജാവ് അതാണ് ചോദിക്കാൻ വരുന്നതെന്ന് മനസ്സിലായിട്ട് ലീയും വെയ്യാനും ഒക്കെ ഒന്ന് മുരടനക്കി അദ്ദേഹത്തെ തടുക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് അടങ്ങിയിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് ഇമോഷണലായി പോയതാണ്. ഷാങ്യു അല്ലേ ഈ യുദ്ധത്തിൽ ലോർഡ് ഷാങ്ഷിനെയും ഷിഹുവിനെയൊക്കെ കൊന്നത്. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്.
പിന്നെ ഷാങ്യുവിൻ്റെ ഈ നേട്ടങ്ങൾക്ക് അവളെ ഫ്ലവർ ക്രൗണ്ട് ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ 4th റാങ്കിലുള്ള ഇമ്പീരിയൽ മാഡമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയാണെന്ന് രാജാവ് പ്രഖ്യാപിക്കുന്നു. അവൾക്ക് ഇത്രയും ഉയർന്നൊരു റാങ്ക് കൊടുത്തത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കിടയിൽ എതിർപ്പുണ്ടാക്കുന്നുണ്ട്. ഷാങ്യു ഇതിന് നന്ദി പറഞ്ഞിട്ട് ആദ്യം അവൾ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ പോയി നിൽക്കുന്നു. അപ്പോഴാണ് ഇവൾക്ക് ഇത്ര വലിയൊരു റാങ്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മന്ത്രിമാരിൽ പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അവൾക്ക് ഫ്ലവർ ക്രൗണ്ട് ജനറൽ എന്ന സ്ഥാനം നൽകിയത് തന്നെ അധികപ്പറ്റാണ്. പിന്നെ അതിനേക്കാൾ ഒരുപാട് ഉയർന്ന 4th റാങ്കിലുള്ള പൊസിഷൻ കൂടി നൽകുന്നത് പിൻവലിക്കണമെന്ന് ഒരു മന്ത്രി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ലീ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് അവൾ ശരിക്കും ആ അംഗീകാരത്തിന് അർഹയാണ്, അവൾ സ്വന്തമായിട്ട് തന്നെയാണ് ലോ ഷാങ്ഷിനെയും ഷിഹുവിനെയൊക്കെ കൊന്നത് എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രാൻഡ് ട്യൂട്ടർ ലീ ആവശ്യമില്ലാത്തടത്ത് കയറി നീ അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞ് അവനെ വിലക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഷാങ്യുവിനെ ചൊറിയുന്ന രീതിയിൽ അവിടെ നിന്ന് എന്താ പറയുന്നുണ്ടെങ്കിലും അവൾ അതിൻ്റെ ഇടയ്ക്ക് കയറി അയാളെ മോശമാക്കുന്ന രീതിയിൽ രാജാവിനോട് സംസാരിക്കുന്നു. അങ്ങനെ അയാൾക്ക് അവൾ നല്ല കൊട്ടുകൊടുത്ത് അയാളുടെ വായ അടപ്പിക്കുന്നുണ്ട്. അവളിങ്ങനെ ഒരു പേടിയുമില്ലാതെ ഗ്രാൻഡ് ട്യൂട്ടർ ലീക്കെതിരായിട്ട് സംസാരിക്കുന്നത് രാജാവിനെ ശരിക്കും ഇംപ്രസ് ചെയ്യുന്നു. അവളിങ്ങനെ അവിടെ വന്ന് ധിക്കാരത്തോടെ സംസാരിക്കുന്നതിന് തക്ക ശിക്ഷ നൽകണമെന്ന് മറ്റൊരു മന്ത്രി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനും ഷാങ്യു ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്നുണ്ട്. വെയ്യാൻ പോലും അവളുടെ മറുപടി കേട്ട് ചിരിച്ചു പോകുന്നു. രാജാവാണെങ്കിൽ അവളിങ്ങനെ പറയുന്നതിന് അവളെ അഭിനന്ദിക്കുക വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുട്ട മറുപടി കൊടുത്ത് ഷാങ്യു ഗ്രാൻഡ് ട്യൂട്ടർ ലീയുടെ വായടപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് വെയ്യാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അവളിങ്ങനെ പറയുന്നതൊന്നും പ്രശ്നമില്ല, പക്ഷെ അവളുടെ മിലിറ്ററി പവറിനെ കുറിച്ച് പിന്നീട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഷാങ്യുവിന് അയാളും തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് നന്ദി പറയുന്ന രീതിയിൽ അവൾ മറുപടി പറയുന്നുണ്ട്. പക്ഷേ അത് അവൾ ധിക്കാരത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അതോടെ അവൾക്ക് വെയ്യാനെയും പേടിയില്ലെന്ന് രാജാവിന് മനസ്സിലാവുന്നു. അത് രാജാവിനെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വെയ്യാൻ പിന്നെയും അവളുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഷാങ്യു അതിനും ചുട്ട മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷാങ്യുവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള ഈ ഫസ്റ്റ് എൻട്രി ഇങ്ങനെ സംഭവ ബഹുലമായിരുന്നു. രാജാവാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ചിരി അടക്കാൻ അവിടെ നിന്ന് പാടി വരികയാണ്. കൊട്ടാരം സഭ പിരിച്ചുവിട്ടപ്പോൾ ഷാങ്യു കുറിച്ച് വിഷമത്തോടെയാണ് അവിടെ നിന്ന് തിരികെ ഇറങ്ങിയത്. തലസ്ഥാന നഗരിയെക്കുറിച്ച് അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വെയ്യാനെയും ഗ്രാൻഡ് ട്യൂട്ടർ ലീയെയും പോലെയുമുള്ള കുറേ വിഷപ്പാമ്പുകളാണ് ഇവിടെ ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലീ അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ആദ്യ ദിവസം തന്നെ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു, മിണ്ടാതെ നിന്നാൽ പോരായിരുന്നു എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് പിന്നാലെ എത്തിയ ഗ്രാൻഡ് ട്യൂട്ടർ ലീ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് അവളോട് കുറേ ഉപദേശങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ചെറുമാൻ ലീഹ്വാനല്ല എന്നെ ഇങ്ങനെ ഉപദേശിക്കാമെന്ന് പറഞ്ഞ് ഷാങ്യു ആദ്യം എന്നെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാൾ തനിക്ക് പറയാനുള്ളത് തന്നെ പറയുന്നു. ഇന്നത്തെ അവളുടെ പെർഫോമൻസ് ഒക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു. രാജാവും അവളെ കുറേ പുകഴ്ത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അവളൊരു പെണ്ണാണല്ലോ, എന്തായാലും നാളെ ഒരിക്കൽ ഒരു വിവാഹം കഴിച്ച് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു വീടിനുള്ളിൽ തന്നെ അവളുടെ ലൈഫ് തീരും. ഒരു കുരുവിക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കാനൊന്നും പറ്റില്ല എന്ന് അയാളൊരു വാണിംഗ് പോലെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അങ്ങനെയുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അയാളുടെ പല്ലക്ക് അവിടെ ഇരിക്കുന്നത് കണ്ട് അവൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്ന തടിയിലൊക്കെ എൻ്റെ പെല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെറുതെ അമർത്തി ഒന്ന് ഒരു തട്ട് കൊടുക്കുന്നു. എന്നിട്ട് അയാൾക്ക് സേഫായിട്ടൊരു യാത്രയും ആശംസിച്ചിട്ടാണ് അവൾ പോകുന്നത്. ഇപ്പോൾ അവൾ വിജയത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ അവൾ താഴെ ഇറങ്ങും എന്നൊക്കെ അവളെ പ്രാവിക്കൊണ്ടാണ് ഗ്രാൻഡ് ട്യൂട്ടർ ചെന്ന് പല്ലക്കിൽ കയറുന്നത്. പല്ലക്ക് മുന്നോട്ടെടുത്തതും ഷാങ്യു നേരത്തെ തട്ടി ആ കമ്പ് ഒടിഞ്ഞ് ആ പല്ലക്കെല്ലാം കൂടി താഴേക്ക് വീഴുന്നു. അതിലിരിപ്പുണ്ടായിരുന്ന ലീ മൂക്കും കുത്തി മറിഞ്ഞ റോഡിലേക്കും വീഴുന്നുണ്ട്. ഷാങ്യു ആണ് തൊപ്പിച്ചതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അയാൾ അവളെ അവിടെ ഇരുന്ന് തെറി വിളിക്കുന്നുണ്ട്. രാജാവ് വന്ന സഭ കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു. ഈ സമയത്താണ് പ്രിൻസസ് അങ്ങോട്ടേക്ക് എത്തിയത്. പ്രിൻസസിൻ്റെ അടുത്ത് നിന്ന് ഷാങ്യുവിനെ പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ രാജാവ് ശ്രമിക്കുന്നു. ഷാങ്യുവിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അവൾ പൊതുവെ എങ്ങനെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത് എന്നൊക്കെ രാജാവ് വലിയ താല്പര്യത്തോടെ പ്രിൻസസിനോട് ചോദിക്കുന്നുണ്ട്. പ്രിൻസസ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നു. കൂട്ടത്തിൽ മാർക്കിസിൻ്റെ കാര്യം പറയാൻ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവളത് നിർത്തുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ താനും ഷാങ്യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ആരെയും അറിയിക്കരുതെന്ന് ഞാൻ ഷാങ്യുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാർക്കിസും അവളും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്ന് മാത്രം പ്രിൻസസ് പറയുന്നു. അതും രാജാവിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ വെയ്യാനെയും ലീയെയും ഒട്ടും പേടിയില്ല. അതേപോലെ തന്നെ മാർക്കിസിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷിയുമുണ്ട്. അവളെ തൻ്റെ കൂടെ നിർത്തിയാൽ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാവും എന്നൊരു ചിന്ത രാജാവിന് ഇപ്പോൾ ഉണ്ടാവുന്നു. ലീഹ്വാൻ മുത്തശ്ശനെ കുറേ കാലത്തിന് ശേഷം കാണുകയാണല്ലോ. ഷിയെ രാജാവാക്കാനാണ് തൻ്റെ മുത്തശ്ശൻ ശ്രമിക്കുന്നതെന്ന് അവനെപ്പോൾ അറിയാം. പക്ഷേ ഷീ നല്ലൊരു ഭരണാധികാരി ആവില്ല. അവൻ വളരെ ക്രൂരനാണ്. അവൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മുത്തശ്ശൻ്റെ ഈ തീരുമാനം ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്നൊക്കെ ലീഹ്വാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ്റെ തലയിലേക്ക് അതൊന്നും കയറുന്നില്ല. ഇപ്പോഴത്തെ രാജാവ് വെറും ഒരു
പാവം മാത്രമാണ്, വെയ്യാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വെയ്യാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വേണം. യഥാർത്ഥ രാജകുടുംബത്തിലെ അംഗമായിട്ടുള്ള ഷീ തന്നെ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് മുത്തശ്ശൻ ഇപ്പോഴും പറയുന്നത്. ലീഹ്വാൻ അതിനധികം സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അവനോട് ഇനി കുറച്ച് ദിവസത്തേക്ക് പുറത്തൊന്നും പോവാതെ അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും അവൻ ആ റൂമിൽ നിന്ന് പുറത്തെങ്ങും പോവാതെ അവനെ ഫുൾ ടൈം വാച്ച് ചെയ്തോണം. അങ്ങനെ പുറത്തേക്ക് എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ തനിക്ക് വിവരം നൽകണം എന്നൊക്കെ അയാളുടെ വിശ്വസ്തനായ സെർവൻറ്റിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ചാങ്ങുവിന് ഇങ്ങനെ പ്രമോഷൻ കിട്ടിയതുകൊണ്ടും അവളുടെ ഈ നേട്ടങ്ങളൊക്കെ ആഘോഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് ഉയർന്ന ഒഫീഷ്യൽസ് അവൾക്ക് അന്ന് രാത്രി ഒരു വിരുന്നൊക്കെ അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ അവൾക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവൾ അതിലൊന്നും പങ്കെടുക്കാതെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ആരോടൊക്കെ യാത്ര പറഞ്ഞ് പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്ന ബാവയുടെയും സംഘത്തിൻ്റെയും അടുത്തേക്ക് എത്തുന്നു. അവരോട് തൽക്കാലം തിരികെ പോയിക്കോളാൻ പറഞ്ഞിട്ട് അവൾ തനിയെ കുറിച്ച് നടക്കാനായി പോകുന്നുണ്ട്. അവളുടെ കോട്ട് അവൾ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ബാവ മാത്രം അതുമായിട്ട് അവൾക്ക് പിന്നാലെ പോകുന്നു. ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് ഷാങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് യാൻഷങ് അവളുടെ മുന്നിലേക്ക് എത്തുന്നു. അവനെ കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ എന്താണ് ഇവിടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ അവളെ ജസ്റ്റ് ഒന്ന് കിസ് ചെയ്യുന്നു. പിന്നെ അന്ന് നിവർന്ന് നോക്കി അവളുടെ മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവൾക്കുള്ള കോട്ടുമായി പിന്നാലെ അവളെ അന്വേഷിച്ചു വന്ന ബാവോ കുറച്ച് തിരിഞ്ഞു നടന്നപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുന്നു. അവരുടെ മുന്നിലേക്ക് പോകാതെ അവൻ ആ കോട്ടുമായിട്ട് തിരികെ പോകുന്നുണ്ട്. യാൻഷിങ്ങിന് ശരിക്കും ഇപ്പോൾ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വരാനുള്ള പെർമിഷൻ ഇല്ല. രാജാവ് വിളിപ്പിച്ചാൽ മാത്രമേ അവൻ അങ്ങോട്ടേക്ക് വരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒളിച്ചാണല്ലോ അവൻ വന്നിരിക്കുന്നത്. അത് പ്രശ്നമാവില്ല എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആരും കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നീ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല എന്ന് അവൻ പറയുന്നു. ഇവിടെ ആർക്കും 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ പ്രശ്നത്തെ പറ്റിയൊന്നും ഒരു ചിന്തയുമില്ല. എല്ലാവരും അവരവരുടേതായ ലോകത്ത് കഴിയുകയാണ് എന്നൊക്കെ ഷാങ്ങു വിഷമത്തോടെ പറഞ്ഞപ്പോൾ ആരോർത്താലും ഇല്ലെങ്കിലും ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. നിൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ഉറപ്പായും നിന്നെ സഹായിക്കും എന്നൊക്കെ അവൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഷാങ്ങു ആശ്വാസത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. പാവോ ഈ സമയം തിരികെ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്ന് ആ കോട്ട് അവരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാജാവിനെ മീറ്റ് ചെയ്ത സമയത്ത് രാജാവ് ഷാങ്ങുവിനോട് ഹസ്ബൻഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ. രാജാവിന് എന്തോ ദുരുദ്ദേശമുണ്ട്, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ എന്നൊക്കെ ബാക്കിയുള്ളവർ ചോദിച്ചപ്പോൾ ഇവിടെ മാർക്കിസ് അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ആർക്കും അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഓർത്ത് തല പോയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ബാവോ കുറച്ച് നടക്കാനായിട്ട് തനിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ബാവോയ്ക്ക് ഷാങ്ങുവിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ തോന്നാറുണ്ട്. അവൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ അവന് ഷാങ്ങുവിനോട് ഇഷ്ടമാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ അവൻ കെയർ ചെയ്യുന്ന കാണുമ്പോൾ ഒരു ബ്രദറിനെ പോലെ തോന്നുകയും ചെയ്യും. അടുത്ത ദിവസം രാവിലെ തന്നെ ഗ്രാൻഡ് ട്യൂട്ടർ ലീയും വെയ്യാനും കൂടി രാജാവിനെ കാണാനായി എത്തുന്നുണ്ട്. ഗ്രാൻഡ് ട്യൂട്ടർക്ക് പറയാനുള്ളത് ഷാങ്ങുവിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അവൾ അയാളുടെ പല്ലക്കൊക്കെ ഒടിച്ചിട്ട് അയാളെ മറിച്ചിട്ടിരുന്നല്ലോ. അതുകൊണ്ട് അവൾക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയാനാണ് അയാൾ വന്നിരിക്കുന്നത്. വെയ്യാൻ വന്നിരിക്കുന്നത് ഷാങ്ങുവിനെ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് കാരണം മുമ്പത്തെ രാജാവിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ബാവറെ ഷാങ്ങു കണ്ടെത്തി സേഫാക്കി വെച്ചിരിക്കുന്നുവെന്നാണ് വെയ്യാൻ പറയുന്നത്. ഇത് കേട്ടതോടെ രാജാവ് ശരിക്കും വിറയ്ക്കാൻ തുടങ്ങുന്നു. ഇതുവരെ രാജാവിന് ഷീയെക്കുറിച്ച് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇപ്പോൾ വെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഷീക്കൊരു മകൻ കൂടി മുമ്പത്തെ രാജാവിൻ്റെ അനന്തരാവകാശികളായിട്ടുണ്ട് എന്ന് ഈ രാജാവ് അറിയുന്നത്. അത് അയാൾക്കൊരു ഭീഷണിയാണല്ലോ. അതോടെ അയാൾ ആകെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. വെയ്യാൻ്റെയൊക്കെ മുന്നിൽ ആ പേടി അറിയിക്കാതിരിക്കാൻ വേണ്ടി അയാൾ നന്നായി പാടുപെടുന്നു. ഗ്രാൻഡ് ട്യൂട്ടർ ലീ ആണെങ്കിൽ ഇത് കേട്ടപ്പോൾ ഇതിനു മുമ്പ് തനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയുകയില്ലായിരുന്നു എന്നുള്ള മട്ടിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ പെട്ടെന്ന് മുമ്പത്തെ രാജാവിന് ഈ 2 അവകാശികൾ എവിടുന്ന് വന്നതാണ്, ഇപ്പോൾ വെയ്യാൻ പറയുന്ന ഈ കുട്ടി എവിടെ എന്നൊക്കെ ലീ ചോദിക്കുന്നുണ്ട്. ആ യുദ്ധത്തിന് ശേഷം കുട്ടി മിസ്സിംഗ് ആണ്. കുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ നൽകണം എന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചാൽ ഇപ്പോഴത്തെ രാജാവിന് അനന്തരാവകാശികളൊന്നും ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വെയ്യാൻ പറയുന്നു. രാജാവ് പേടിച്ച് വിറയ്ക്കുന്നുണ്ടെങ്കിലും അതിനിടയിലും ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടത് ചെയ്യാനുള്ള പെർമിഷൻ വെയ്യാനും നൽകുന്നുണ്ട്. ഈ സംഭവം എന്തായാലും ഗ്രാൻഡ് ട്യൂട്ടറെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. മാർക്കിസിനെതിരായിട്ട് അയാൾ എന്ത് നീക്കം നടത്തിയാലും ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കുരുക്ക് വന്നിട്ട് അത് ക്യാൻസലായി പോകും. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അവർ അമ്മാവനെയും അനന്തരവനെയും തമ്മിൽ അടുപ്പിക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് അയാൾ പറയുന്നു. അതിനായിട്ട് അയാൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് മുമ്പ് ആ യുദ്ധം നടന്ന സമയത്ത് വെയ്യാൻ തലസ്ഥാന നഗരിയിലേക്ക് തിരികെ വരുന്ന സമയത്ത് അയാൾക്കൊരു കത്ത് കിട്ടിയതുകൊണ്ടാണ് യാൻഷിങ്ങിൻ്റെ അച്ഛനും മുമ്പത്തെ ക്രൗൺ പ്രിൻസുമൊക്കെ കൊല്ലപ്പെടേണ്ടി വന്നത് എന്നുള്ള വിവരം എങ്ങനെയെങ്കിലും യാൻഷിങ്ങിൻ്റെ അടുത്ത് എത്തിക്കാൻ അയാൾ ലീ ഹൊയ്ഷാനോട് പറയുന്നു. ഈ വെയ്യാന് കിട്ടിയെന്ന് പറയുന്ന ഈ കത്ത് നമ്മുടെ കയ്യിലില്ലല്ലോ, ഇങ്ങനൊരു റൂമർ മാത്രം നമുക്ക് മതി, ബാക്കി തെളിവുകളൊക്കെ യാൻഷിങ് വേണമെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന് ഗ്രാൻഡ് ട്യൂട്ടർ പറയുന്നു. ഇതിൻ്റെ പേരിൽ വെയ്യാനെയും യാൻഷിങ്ങിനെയും തമ്മിൽ തല്ലിക്കുകയാണ് അയാളുടെ ഉദ്ദേശം. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. പിന്നെ എപ്പിലോഗിൽ വെയ്യാനിത് പറഞ്ഞിട്ട് പോയ ശേഷം
രാജാവ് അവിടെ ഇരുന്ന് കുറേ കരയുന്നതും അയാളുടെ വിശ്വസ്തനായ ലീശാങ്ങിനെ വിളിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പരാതി പറയുന്നതും കാണിക്കുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് മുമ്പ് വെയ്യാൻ തന്നെ രാജാവാക്കിയിട്ട് അയാളുടെ കയ്യിലെ പാവയാക്കി വെച്ചിരിക്കുന്നത് പോലെ ഇനി യാൻഷങ്ങും ഇപ്പോഴത്തെ ആ പുതിയ അവകാശിയെ ഇവിടെ രാജാവാക്കിയിട്ട് ഇതുപോലെ പാവയാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആർമി ക്യാമ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനൊരു വിവരം എൻ്റെ അടുത്ത് എത്തിച്ചില്ലല്ലോ. നിങ്ങൾക്കും എന്നോട് ആത്മാർത്ഥത ഇല്ലാതെ ആയോ? അതോ നിങ്ങളും പുതിയ രാജാവിനെ സേവിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രാജാവ് ഒരു കുട്ടിയെപ്പോലെ ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു. അവിടെ വെച്ച് പ്രിൻസസും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ എൻ്റെ ലൈഫ് റിസ്കിലാക്കിയാണ് മാർക്കീസിൻ്റെ ആർമി ക്യാമ്പിലേക്ക് ചെന്നത്. എന്നിട്ട് എൻ്റെ ചെവി നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ കിട്ടിയ വിവരങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട് മാത്രമാണ് കൂറുള്ളത് എന്നൊക്കെ ലീശാങ് പറയുന്നുണ്ട്. പക്ഷെ രാജാവിന് ഇതുകൊണ്ടൊന്നും തൃപ്തിയാവുന്നില്ല. ഇത് എൻ്റെ സിംഹാസനമാണ്, ഇവിടെ വേറെ ആരും ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളും എന്നെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്ന് എനിക്കിപ്പോൾ വാക്ക് തരണമെന്നും രാജാവ് ലീശാങ്ങിനോട് പറയുന്നു. ലീശാങ് അങ്ങനെ വാക്ക് കൊടുക്കുന്നുണ്ട്.